ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ അല്ല. എന്നുവെച്ചാൽ വീഡിയോ അത്ര ലെങ്തി അല്ല, ഒരു ചെറിയ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇക്കാടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി. ഇക്കാടെ കസിൻസിൻ്റെ വീട്ടിൽ, ഇക്കാടെ ചിന്നത്താടെ വീട്ടിൽ, വല്യത്താടെ വീട്ടിൽ, അങ്ങനെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്നാക്സും ടീയും കാര്യങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളും കഴിച്ചതും കുടിച്ചതും ഒക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. എങ്കിലും ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചിരുന്നത് നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. അമ്മച്ചിയുടെ സ്പെഷ്യൽ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശയും ചൂട് ചായ, ഒരു കപ്പ് ചൂട് ചായയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാമല്ലോ, ബീട്രൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ള റെഡ് കളറ് ഉള്ളിൽ മിക്സിങ് ആയിട്ടുള്ള മസാല ദോശ. അപ്പോൾ ഞാൻ ഇതങ്ങനെ വീട്ടിൽ ദുബായിൽ വെച്ച് ഉണ്ടാക്കാറില്ല. കാരണം വെച്ചാൽ ഇക്കാക്കൊക്കെ എനിക്ക് തോന്നുന്നത് മഞ്ഞ കളറ് മസാല ദോശ ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള പൊട്ടറ്റോ മസാല ദോശയാണ് ഇഷ്ടം. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടും ബീട്രൂട്ട് വെച്ചിട്ടുള്ള മസാല ദോശയൊന്നും അത്രയും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കായിട്ട് മാത്രം ഞാൻ മെനക്കെട്ടിട്ടില്ല. സാറാക്കും ഈ റെഡ് ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉള്ള മസാല ദോശ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മച്ചിയോട് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഉണ്ടാക്കി തന്നു. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ പാലായിലോ അല്ലെങ്കിൽ തൊടുപുഴയിലോ ഒക്കെ പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഒറിജിനൽ മസാല ദോശ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ അത് പറ്റിയില്ല. പക്ഷേ സാരമില്ല, അമ്മച്ചി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും ചായയും ഒക്കെ കഴിച്ചതിന് ശേഷം ഈ പൈനാപ്പിളിനും ഉണ്ട് വേറെ ഒരു കഥ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാഴക്കുളത്തുനിന്ന് കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ചു. കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് കുറച്ച് പച്ച, അത്ര ഓവർ പഴുക്കാത്ത അതൊക്കെ നോക്കി മേടിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിരിക്കുന്നു. അപ്പോൾ അത് ഇനി വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോൾ. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ എന്ത് ചെയ്തു, കുറച്ചെടുത്ത് കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുകയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് പീസസ് ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം വേറൊരു ഫോമിലേക്കാക്കി നമ്മൾ ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് സാൾട്ടും ഒക്കെ നന്നായിട്ട് തടവിയതിന് ശേഷം നല്ല സ്വീറ്റായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്ത് ചെയ്തു, പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അത് കഴിക്കുകയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ ചാലിച്ച് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കഴിച്ചു നോക്ക്. ഓക്കെ. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ഇളയ ചിന്നത്ത എന്ത് ചെയ്തു, ചിന്നത്തയുടെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി നമുക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സാറൊക്കെ മെയിനായിട്ട് ഇതാണ് കഴിച്ചത്. അപ്പം ഞാനും കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചിന്നമ്മയുടെ എല്ലാ ബിരിയാണിയുടെയും മസാല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കഴിച്ചു. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ പ്രോൺസ് ബിരിയാണി ഞാനൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രോൺസ് ബിരിയാണി ആയിരുന്നു. പിന്നെ ഓൾറെഡി അമ്മച്ചി ലഞ്ചിന് ചോറും കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കൂടെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഉച്ചയ്ക്കെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചോറ് എന്നത്തെയും പോലെ തന്നെ ഒരു 2 സ്പൂൺ ചോറെടുത്തു. പിന്നെ അടിപൊളി മീൻകറി, നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല മുളകിട്ട അടിപൊളി ഫിഷ് കറി ഞാൻ ചോറിലേക്ക് ഒഴിക്കുകയാണ്. ഭയങ്കര ലൂസായിട്ട് തിക്കായിട്ട് വെക്കുന്ന മീൻകറി എനിക്കിഷ്ടമാണ്. അമ്മച്ചിയുടെ ഈ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഈ മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അത്തച്ചിക്ക് ഫാദറിനൊക്കെ ഇതാണ് ഇഷ്ടം. എൻ്റെ ബ്രദറിന് മറ്റേ ടൈപ്പൊക്കെയാണ് ഇഷ്ടം. എൻ്റെ ഫാദറിന് ഈ ടൈപ്പ് ആണ് ഇഷ്ടം. അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് വെക്കാറ്. പിന്നെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി, വിത്തൗട്ട് പയറിടാത്ത മത്തങ്ങ എരിശ്ശേരി ഉണ്ടല്ലോ, അതിനെ എരിശ്ശേരി എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും കഴിഞ്ഞ ദിവസം മത്തങ്ങയും പയറും ഇട്ടിട്ടായിരുന്നു വെച്ചത്. എന്നാൽ ഇന്ന് മത്തങ്ങ മാത്രം ഇട്ടിട്ടുള്ള ഒരു എരിശ്ശേരി, പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങക്കോൽ ചക്കക്കുരു രസം അല്ലെങ്കിൽ പുളിച്ചാറെന്നൊക്കെ പറയാം. തേങ്ങ അരച്ചതല്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വീട്ടിലെ ഒഴിച്ച കുറച്ച് മോര്, നമ്മുടെ മീൻകറിയും
അതുപോലെ തന്നെ മോരും വിരുദ്ധാഹാരമാണ്. തൈരും നോൺ വെജും വിരുദ്ധാഹാരമാണെന്നറിയാം. പക്ഷേ നമ്മൾ മലയാളികളല്ലേ, അറിയാതെ മീൻകറി കാണുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് പോകും. ഇത് എന്നും കഴിക്കരുത്, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ആഗ്രഹത്തിന് ഒരു കൊതിക്കൊക്കെ കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ കഴിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം വെച്ചാൽ നോൺ വെജിൻ്റെ ഒപ്പം ഇറച്ചികളുടെ, അതായത് ചിക്കൻ്റെ, മട്ടൻ്റെ, ബീഫിൻ്റെ, ഫിഷിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ തൈര് കഴിക്കരുതെന്നാണ്. പക്ഷേ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത് ആ ഒരു കോമ്പിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും ഞാൻ ആസ്വദിച്ച് എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് ഞാൻ എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അതാ ചക്കക്കുരുവൊക്കെ അമ്മച്ചി അത്യാവശ്യം ഒരു ചക്കക്കുരു 2 പീസായിട്ടാണ് കീറിയിടുന്നത്. പിന്നെ മുരിങ്ങക്കോൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും നല്ല അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. അപ്പം എല്ലാം കൂടെ ചേർത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. മീൻകറിക്ക് അത്യാവശ്യം എരിവുണ്ട്. ആ മത്തങ്ങ എരിശ്ശേരിക്ക് നല്ല മധുരമുണ്ട്. മത്തങ്ങ ഒരു നമ്മുടെ പൈനാപ്പിൾ മധുരക്കറിയൊക്കെ പോലെ നമ്മൾ സദ്യക്കൊക്കെ കൂട്ടുന്ന കൂട്ടുകറിയില്ലേ, കുറച്ച് സ്വീറ്റ്, മധുരമുള്ള സ്വീറ്റ്. അപ്പം ഈവനിങ് ചായയും സ്നാക്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പക്ഷേ ഒന്നും വീഡിയോയിൽ ഞാൻ മറന്നുപോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയത്താടെ വീട്ടിൽ നിന്നും ചിന്നത്താടെ വീട്ടിൽ നിന്നും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചായയും സ്നാക്സും എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇക്കാടെ കസിനുണ്ട്, കസിൻ്റെ വീട്ടിൽ ഞാൻ വന്നു. അപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും സവോള അരിഞ്ഞതും പപ്പടവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു. ഞാൻ ആസ്വദിച്ച് കുറച്ചായിട്ട് 2-3 പ്രാവശ്യം ഇട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളുടെ ചിക്കൻ കറി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഇത്രയൊക്കെയുള്ളൂ.